കൊട്ടിയൂർ ആചാരപ്പെരുമയുടെ ഭാഗമാണ് മുതിരേരി ശിവക്ഷേത്രം. കൊട്ടിയൂർ മഹോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് മുതിരേരി വാൾ എഴുന്നള്ളത്ത്. വ്യത്യസ്തമായ ഈ വാൾ വരവും പിന്നിലെ ആചാരങ്ങളും നോക്കാം. കാടും മലയും താണ്ടിയെത്തുന്ന മുതിരേരി വാൾ എത്തുന്നതോടുകൂടിയാണ് കൊട്ടിയൂർ മഹോത്സവത്തിന് തുടക്കമാകുന്നത്. 30-ലധികം കിലോമീറ്ററുകൾ നടന്നു മോടിയുമാണ് പുത്തൻമടം മൂഴിയോട് സുരേഷ് നമ്പൂതിരിപ്പാട് ആ വാള് മഹാദേവന് മുന്നിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. അപ്പോൾ ഈ മുതിരേരി വാള് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്കറിയാം കൊട്ടിയൂർ മഹോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ്. എന്താണ് ആ ചടങ്ങിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്? ദക്ഷയാഗം നടന്ന സമയത്ത് ശിവന്റെ ജടയിൽ നിന്നുണ്ടായതാണ് വീരഭദ്രൻ എന്നുള്ളതാണ്. ആ ദക്ഷയാഗം മുടക്കാൻ വേണ്ടി വന്ന് ആ വധിക്കാൻ വേണ്ടി വന്നതാണ്. വീരഭദ്ര സ്വാമിയാണ് പെരുമാൾ. മുതിരേരി പ്രതിഷ്ഠ വീരഭദ്ര പെരുമാളാണ്. ആ ദശാന്തകൻ ആയ വീരഭദ്ര പെരുമാളാണ് മുതിരേരി അമ്പലത്തെ പ്രധാന പ്രതിഷ്ഠ. 2004 മുതൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾ തറവാട്ടുകാരാണ് ഈ പൂജ നടത്താറ്, ഈ കർമ്മം നടത്താറ്. മുതിരേരി മേശാന്തി മോഴിയോട്ടിലേക്ക് സുരേഷ്, എൻ്റെ ഏട്ടനാണ് മുതിരേരി അമ്പലത്തിൽ മേശാന്തി. സുരേന്ദ്രൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് പറ്റാത്തതുകൊണ്ട് ആ കർമ്മം ഞാൻ നടത്തുന്നു. അപ്പോൾ എനിക്ക് മുമ്പ് നമ്മളുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ നാരായണ നമ്പൂതിരിയാണ് എഴുന്നേൽച്ചത്. അവർക്ക് മുമ്പ് അവരുടെ അച്ഛനായിരുന്നു എഴുന്നേൽച്ചത്. അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മൾ നടത്തുന്നു മാത്രം. 30 കിലോമീറ്ററിൽ അധികം ദൂരമാണ് വാളും കൊണ്ട് നടന്നിട്ട് അല്ലെങ്കിൽ ഓടിയിട്ടാണ് വരുന്നത്. എങ്ങനെയാണ് അതിന് തീർച്ചയായും ഒരു ദൈവികമായ അനുഗ്രഹം അതിന് ഉണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ പ്രക്രം മുതൽ, അതായത് മേടമാസത്തിലെ ചോദ്യം മുതൽ വിശാഖ നക്ഷത്രമാണ് പ്രക്രം. അത് ചോദ്യം മുതൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തും. പിന്നെ പ്രക്രം എന്നുള്ള ചടങ്ങ് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ ഇവിടെ ഒരു ചടങ്ങ് നടത്താറുണ്ട്. ആ ചടങ്ങോടുകൂടി നമ്മൾ വ്രതങ്ങൾ ആരംഭിക്കും. അതിന് ഈ ഉത്സവം കഴിയുന്നവരെ അടുത്ത വിശാഖ നക്ഷത്രം വരെ തുടർന്ന് പോകും വ്രതങ്ങൾ. എന്താണ് ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്? നമുക്കറിയാം മുതിരേരി അമ്പലത്തിൽ നിന്ന് അവിടെ ധ്യാനം ഇരിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ അതിന്റെ ചിട്ടാവട്ടങ്ങള് ആയില്യം മുതൽ ആയില്യക്കാവിൽ ഒരു പൂജ ഉണ്ട് അവിടെ മുതിരേരിക്കാവിൽ. അതുമുതലാണ് നമ്മളെ വ്രതങ്ങൾ കഠിനവ്രതം തുടങ്ങുന്നത്. അതിന് കുളിച്ചു നോറ്റിരിക്കൽ എന്നാണ് പറയാം. ആയില്യം മുതൽ അവിടെ തന്നെ അമ്പലത്തിൽ തന്നെ താമസിച്ച് നാഗത്തിൻ്റെ കൊടുത്തെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ താമസിച്ച് അവിടുത്തെ ഭക്ഷണ രീതിയെല്ലാം കഴിഞ്ഞ് അവിടെ ജപം തപമായിട്ട് പോകുന്നു. പിന്നെ കുളിച്ച് നോറ്റിരിക്കൽ എന്നാണ് പറയാം. അതിന് ഒരു മൂന്നാമത്തെ ഒരു ഘട്ടമാണത്. വ്രതത്തിനൊരു മൂന്നാമത്തെ ഘട്ടം. അവിടുന്ന് നടന്നു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓടി തുടങ്ങുമ്പോൾ ശരിക്കും അത് ഓർമ്മയിൽ നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പ്രത്യേക ഒരു മാനസികാവസ്ഥ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അതിൻ്റെ ഇത്. പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു രീതിയിലും ആരും പറഞ്ഞിട്ടല്ല അത് തുടങ്ങുന്നത്. അങ്ങേക്ക് തോന്നുമ്പോ അത് എങ്ങനെയാണ്, എന്താണ് ആ ഒരു തോന്നൽ? പൂജയ്ക്ക് ശേഷം നമ്മൾ ഒരു ഊണെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലൊരു ഒരു ഉൾവിളി ഉണ്ടാവും. അതായത് ഇവിടുത്തെ ചോദ്യങ്ങളൊക്കെ തെളിയിക്കുന്ന സമയം ഒക്കെ ആയിട്ട് നമുക്കൊരു മാനസികമായിട്ട് മാറ്റങ്ങൾ വരും. പിന്നെ നമ്മൾ അവിടുത്തെ ചടങ്ങുകൾ വെച്ചാൽ ചുറ്റമ്പലത്തിന് ആ നാലമ്പലത്തിന് മതിൽക്കെട്ടിനുള്ളിൽ വൃത്തിയാക്കുവാന്നേ ഉള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ നോക്കണ്ട. അത് ശുദ്ധമായിട്ട് വരണം. ആ ശുദ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഇതിലേക്ക് എത്തും. അങ്ങനെയാണ്. എത്ര സമയം എടുത്തിട്ടാണ്? ഏകദേശം 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇപ്പം വരാറുണ്ട്. ഇതിനിടയിൽ ഇടവേളകൾ ഒന്നും എടി നിൽക്കാൻ പാടില്ല, ഒന്നും പാടില്ല. അങ്ങനെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ലക്ഷ്യം സ്ഥാനത്ത് എത്തുവാന്നുള്ള ലക്ഷ്യം. ഈ 3.5 മണിക്കൂർ ഒരു ഇടവേളകൾ ഉണ്ടായിരിക്കും. ഇനി തിരിച്ച് വാള അങ്ങ് തന്നെയാണോ കൊണ്ടുപോകും? അതെങ്ങനെയാണ്? അതും ഇതേപോലെ ഒരു ചടങ്ങ്. ആയില്യം മുതൽ ഇവിടെ മകം മുതൽ ഒരു ചടങ്ങുണ്ട്. ജപം ഇതെല്ലാം ആയിട്ട് പോവാം. അതും കാൽനടയായിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ അവിടെ വരെ കൊണ്ടുപോകണം. നമ്മൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ദൈവനോട് അടുത്ത് നിൽക്കുന്നവരാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ കാണും. എല്ലാവരും അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, മുൻജന്മ സുഹൃതം കൊണ്ടാണ് ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ മുതിരേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് അങ്ങ് ഈ വാള് കൊണ്ട് പോകുന്നതിന് ശേഷം അവിടെ ചക്ക ഇട്ടിട്ട്, അതായത് അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വരുന്ന അന്ന്, അതായത് ഈ ഭൂതഗണങ്ങൾക്ക് പഴങ്ങൾ കൊടുക്കുക എന്നുള്ള സങ്കല്പം. അങ്ങനെ ചക്ക, മാങ്ങ, അങ്ങനെയുള്ള പഴങ്ങൾ പറഞ്ഞു അതെല്ലാം കൊടുത്ത് അത് നമ്മൾ ഇവിടെ നോറ്റിരിക്കുന്നവർ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് അതവിടെ ഒരു നിവേദ്യമുണ്ട്. ഒരു ഉപദേശപ്രകാരം ഒരു നൈവേദ്യമുണ്ട്. അത് പ്രസാദമായിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കും. അത് കൂടുതലായിട്ട് ചക്കയായിരിക്കും ഉണ്ടാവും. ചക്കക്കാണ് പ്രാധാന്യം കൂടുതൽ. ഈ വാളിനെ എങ്ങനെയാണ് അവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്? നമുക്കറിയാം ദക്ഷന്റെ തല അറുത്ത വാളാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എങ്ങനെയാണ് അതിനെ പൂജിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രമീകരണം? പൂജകള് വാളിന് ഇങ്ങോട്ട് വരുന്ന ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു നേരത്തെ പൂജയായിട്ടുള്ളൂ. പിന്നെ വാളുകളിൽ സംരക്ഷിക്കാന്ന്, അത് ഭക്തജനങ്ങൾ കാണാനോ
അങ്ങനെയൊന്നും പാടില്ല. ഓ. അങ്ങനെയാണ്. പിന്നെ ആ വാളറയിൽ വെച്ച് കൂട്ടും. നമ്മൾ ഇക്കൊല്ലം അങ്ങോട്ട് തിരിച്ചെഴുന്നള്ളിച്ചാൽ വിശാഖ നക്ഷത്രത്തിൽ പ്രത്യേക ശുദ്ധിയെല്ലാം കഴിഞ്ഞ് വാളറയിൽ വെക്കുന്നു. പിന്നെ അടുത്ത ചോദ്യ നാളിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം മാത്രം രാവിലെ ആ തുറക്കുമ്പോൾ എടുക്കാറുള്ളൂ. അങ്ങനെയാണ്. അത് അവിടുന്ന് തുറന്ന് വാളറയിൽ നിന്ന് തുറന്ന് ഒരു പൂജ ഉപദേശപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്ത് പ്രധാന പുരുഷ വീരഭദ്രപെരുമാൾ ചേർത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് അവിടുത്തെ പൂജ, അഭിഷേകം, പിന്നെ അങ്ങനെയുള്ള ഉച്ചപൂജ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ആവും. അങ്ങനെയാണ്. എന്തൊക്കെയാണ് മാനസികമായി ഇതിനു വേണ്ടി ചെയ്യുന്ന തയ്യാറെടുപ്പുകൾ? എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ഇവിടെയുള്ള ഹരിഗോവിന്ദ ജപം, പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ വീരഭദ്ര പെരുമാളെ വിളിച്ചുകൊണ്ട് വീരഭദ്രായ നമഃശിവായ ജപം, അതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാനസികമായിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ടാവും. ഇങ്ങനെയാണ്. അതായത് നെയ്യമൃതകാർ ഏകദേശം ഇവിടെ കൊട്ടിയൂരെത്താറും ഹരിഗോവിന്ദ വിളിച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് യാത്രയാക്കുന്നതാണ് വീരഭദ്ര സ്വാമി, വീരഭദ്രായ നമഃശിവായ. അതോടെ നമുക്കൊരു പ്രത്യേക എനർജി ഉണ്ടാവും. ശൈവ വൈഷ്ണവരുടെ ഒരു വലിയൊരു സംയോഗമാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ പൂർവികന്മാരുടെ അനുഗ്രഹവും തന്ത്രിമാരുടെ ഉപദേശപ്രകാരം അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. പൂർവിക കാലങ്ങളിൽ ഇവിടുന്ന് കൊട്ടിയൂർ ദർശനത്തിന് വരുന്ന ആൾക്കാർ മുഴുവനും അവിടെ മുതിരേരി അമ്പലത്തെ തൊഴുത് വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരാവുന്നൊരു ചടങ്ങുണ്ട്. ഇപ്പം അതൊന്നും ആരും ചെയ്യാറില്ല. അങ്ങനെയാണ്. വീരഭദ്രസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം മാത്രമേ കൊട്ടിയൂർ ദർശനം നടത്താവുന്നതാണ്. അങ്ങനെയാണ് വിശ്വാസം. ഇപ്പോൾ ഈ മുതിരേരി അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആഘോഷങ്ങൾ, ഈ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ ചടങ്ങുകൾ ആയില്യം മുതൽ ഉള്ള ആഘോഷങ്ങളേ ഉള്ളൂ. ഒരു പ്രാദേശികമായ ഒരു ഗ്രാമത്തിലുള്ള അമ്പലങ്ങളായതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ശിവരാത്രിക്കുള്ള നിവേദ്യം, അതൊക്കെ ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ എന്ന് വെച്ചാൽ പടിഞ്ഞാറോട്ട് മുഖമായുള്ള വീരഭദ്രനാണ്. അതായത് ദുർലഭം ക്ഷേത്രങ്ങൾ അങ്ങനെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ആഘോഷങ്ങളും ഇതൊന്നും പാടില്ല എന്നാണ്. അതായത് രാത്രി കാലങ്ങളിലുള്ളത് ഒന്നും പാടില്ല എന്നുള്ളൊരു സങ്കല്പമാണ്. അതായത് ഒരു ശാന്തത വേണമെന്നാണ് അവിടെ. ഇപ്പോൾ കാലക്രമണത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അധികമായുള്ള ആഘോഷങ്ങളും മറ്റുള്ളതൊന്നും അവിടെ പാടില്ല. ഇങ്ങനെയാണ്. ദൈവികമായ എന്തെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇത്തരം യാത്രകൾക്കിടയിൽ? അത് പല അനുഭവങ്ങളും നമുക്ക് തുടങ്ങിയ ശേഷം ഉണ്ടായിട്ട്, ഞാൻ എഴുന്നള്ളിക്കാൻ തുടങ്ങിയ ശേഷം ആണ് ആ അമ്പലത്തിൽ നവീകരിക്കാൻ എല്ലാവരെയും സഹകരണം കൊണ്ട് നമുക്ക് കഴിഞ്ഞു. നവീകരണം 2017 കഴിഞ്ഞു. അത് വലിയൊരു സന്തോഷമാണ്. 2017 നവീകരണം കഴിഞ്ഞ ശേഷം ആ ജനങ്ങളിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് അവർ ജപവും തപവും എല്ലാ ദിവസവും ഞായറാഴ്ച ദിവസങ്ങളിലോ എല്ലാ ദിവസവും കുറച്ച് ആൾക്കാർ കൂടിയുള്ള ജപങ്ങൾ. അതിനു മുമ്പ് അതൊന്നും ഇല്ലാത്തപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. വ്യക്തിപരമായി എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ആ കലശം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ മാറ്റങ്ങൾ, അതായത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിലും ഞാൻ വിവാഹം വേണ്ടാന്ന് ചോദിച്ചെങ്കിലും അതിനുശേഷം വിവാഹം നടന്നു. 2 സന്താനങ്ങൾ ഭഗവാൻ തന്നു. ഇപ്പോൾ 55 വയസ്സായി. എല്ലാം വലിയൊരു സന്തോഷം തന്നെയാണ്. പിന്നെ സാമ്പത്തികമായുള്ളൊരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. ശാന്തി തന്നെയാണെങ്കിലും അതും തെലങ്കാനയിൽ നല്ലൊരു മിലിറ്ററിക്കാരുടെ കീഴിലുള്ളൊരു അമ്പലത്തിൽ എത്താൻ കഴിഞ്ഞു. അതെല്ലാം ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. തെലങ്കാനയിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് പൂജ. ലാൽ ബസാർ അയ്യപ്പസ്വാമി ക്ഷേത്രം. ഈ മഹോത്സവവുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ഇനി 1 മാസക്കാലം ഇവിടുത്തെ ഇത് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ടേക്ക് തെലങ്കാനയിലേക്ക് പോകും. അപ്പോൾ അവരോടൊന്ന് യാത്രയാക്കുന്നതും അവർ സ്വീകരിക്കുന്നതെല്ലാം വളരെയേറെ സന്തോഷം. അവരെ സംബന്ധിച്ചും വലിയൊരു അഭിമാനകരം. കാരണം ഇത്രയും വലിയൊരു മഹോത്സവത്തിന്റെ ഭാഗമാവുക. അതെ, അവരത് അനുസരിച്ച് തന്നെ നമ്മളെ യാത്രയാക്കുന്നു. നമ്മൾ തിരിച്ചവിടെ എത്തുമ്പോൾ സ്വീകരിക്കുന്നു. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതാണ്. പൂർവിക കാലങ്ങൾ മുതിരേരി അമ്പലം ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ കൊട്ടിയൂർ വരാറുള്ളൂ എന്നാണ്. ഇനി അത് പാലിക്കപ്പെടണം. അവരെല്ലാവരും സഹകരണങ്ങളും തീർച്ചയായിട്ടും ഇത് ഒരു അറിവാവട്ടെ പ്രേക്ഷകർക്ക്. അതെ, താങ്ക് യു. നമസ്കാരം. നമഃ ശിവായ.